ഈ ആദിക്കാട്ടുകുളങ്ങരയിൽ ഇവിടെ ഇവിടെ താമസിക്കുന്ന ശൈലജയും അവരുടെ കുടുംബത്തെയും ബലാത്കാരമായിട്ട് സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിയും ഇറക്കിവിടാൻ വേണ്ടിയുള്ള CPM-ന്റെ പ്രാദേശിക നേതാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രൂരമായ നടപടികളിൽ ശക്തിയായി പ്രതിഷേധിക്കുന്നു. അധികാരമുണ്ടെന്ന് കരുതി, ഭരണം ഞങ്ങളുടെ കയ്യിലാണെന്ന് കരുതി, പോലീസ് ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കുകളെന്ന് കരുതി എന്തുമാകാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൻ്റെ എല്ലാ ദുരുപയോഗം നടത്തിക്കൊണ്ട്, ഭരണത്തിൻ്റെ ദുരുപയോഗം നടത്തിക്കൊണ്ട്, പോലീസിനെ നിഷ്ക്രിയമാക്കിക്കൊണ്ട് പ്രാദേശിക സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ക്രൂരമായ നടപടി ഒരു കുടുംബത്തോട് ഒരു പ്രായമായ ഒരു ഉമ്മയും അവരുടെ മകളും കൊച്ചുകുട്ടികളും ഉൾപ്പെടെയുള്ള ഒരു കുടുംബമാണിത്. ഉടമസ്ഥൻ അവർക്ക് സർവ്വസ്വാതന്ത്ര്യം കൊടുത്ത് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ആ വീടിൻ്റെ ഉടമസ്ഥൻ എന്നാണോ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരുന്നത് അന്ന് മാറിക്കൊടുക്കാൻ പറയുന്നു. ആ ഒരു എഗ്രിമെൻ്റ് പുറത്താണ് ഇവിടെ താമസിക്കുന്നത്. ആ ഉടമസ്ഥൻ്റെ നിന്ന് മാറാൻ പറഞ്ഞിട്ടില്ല, അവരോട് താമസിച്ചോളാൻ പറഞ്ഞിരിക്കുന്നത്. സർവ്വസ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രാദേശിക എന്താ പറയുന്നത്, ഇത് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഇവിടുത്തെ ഇറങ്ങിക്കൊടുക്കണം, ഇറങ്ങിക്കൊടുത്തില്ലെങ്കിൽ കത്തിക്കും, കരിക്കും എന്നൊക്കെ പറയുന്നത്. ഇത് ഏത് ലോകത്താണ് ഇവിടെ ജീവിക്കുന്നത്? ഇതൊക്കെ ആരുടെ ധൈര്യത്തിലാണ് ഈ സഹാക്കന്മാർ ഇതൊക്കെ പറയുന്നത്? ഒന്നല്ല, ഇവിടെ നീതി നടപ്പാകണം. ഈ പാവപ്പെട്ട കുടുംബത്തിന് ഈ വീടുടമസ്ഥൻ അനുവദിക്കുന്നവരെ, താമസിക്കാൻ അനുവദിക്കുന്നവരെ അവർക്ക് ഇവിടെ താമസിക്കാനുള്ള സാഹചര്യം പോലീസ് ചെയ്തു കൊടുക്കണം. അത് ചെയ്യുന്നില്ലെങ്കിൽ, ഇവിടെ നീതി നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് സംരക്ഷണം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് അധികാരികൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ഈ അവസ്ഥയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനെന്ത് വില കൊടുത്തും ചേർക്കും. കോൺഗ്രസ് പാർട്ടി UDF എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം നടത്തിയിട്ടുണ്ട്, യോഗം നടത്തി. തുടർന്ന് ഉള്ള പരിപാടികളുമായി ഞങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകും.